വഖഫ് സ്വത്തുകൾ അധീനപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കമായ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജാതിമത ഭേദമന്യേ മതേതര വിശ്വാസികളെ അണിനിരത്തി ചേന്നമംഗളൂർ മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധമിരമ്പി. പ്രദേശത്തെ 12 പള്ളി കമ്മിറ്റികളുടെ ഐക്യവേദിയാണ് മഹൽ കോർഡിനേഷൻ കമ്മിറ്റി. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധ റാലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റു പൗരപ്രമുഖരും സ്ത്രീകളടക്കം വൻ ജലാവലിയും അണിനിരന്നപ്പോൾ ഗ്രാമവീഥികൾ പ്രതിഷേധത്തിന്റെ അലകടലായി. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനായുള്ള സ്വത്ത് കൈയടക്കാനും അവർ വംശീയ ഉന്മൂലനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ ഉടനീളം ഉയർന്നുവന്നു. ഭേദഗതി നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള വഴിയൊരുക്കുന്നതിനാൽ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ശക്തമായ ആവശ്യമാണ് റാലി മുന്നോട്ട് വച്ചത്. വെസ്റ്റ് ചേന്നമംഗളൂർ, നോർത്ത് ചേന്നമംഗളൂർ, പുൽപ്പറമ്പ് ഈസ്റ്റ് ചേന്നമംഗളൂർ, ചേന്നമംഗളൂർ അങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെട്ട വിവിധ റാലികൾ ചേന്നമംഗളൂർ BP മൊയ്തീൻ സ്ക്വയറിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമാപന പരിപാടി അബൂബക്കർ ഫൈസി മലയമ്മ ഉദ്ഘാടനം ചെയ്തു. വഖഫ് സ്വത്തുക്കൾ മനുഷ്യരിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള അധികാരത്തിലേക്ക് നീങ്ങുകയും കൈമാറുകയും ചെയ്യുകയാണ്. മറ്റാർക്കും അതിനുള്ള അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏകദേശം ആദിമ മതമായ ഹിന്ദുമതം, അതിനു പുറമെ ബുദ്ധജൈന മതങ്ങളെ നൊന്തു പ്രസവിച്ചു നമ്മുടെ നാട്. അവയ്ക്ക് പുറമെ ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളെ നമ്മുടെ നാട് 2 കൈനീട്ടി സ്വീകരിച്ചു. മതമുള്ളവർക്കത് പറയാൻ, മതരഹിതർക്കും മതസഹിതർക്കും അവരുടെ ആശയങ്ങളെ പറയാനും പ്രചരിപ്പിക്കാനും ജീവിക്കാനും ആചരിക്കാനും മൗലികമായി അവകാശമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ സംഘപരിവാർ അധികാരത്തിൽ വന്ന് ക്രമേണ പലപ്പോഴും വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അവകാശങ്ങളെയും അവരുടെ പൗരത്വത്തെ പോലും നിഷേധിച്ചും തട്ടിയെടുത്തുമുള്ള ഉദയമംഗലം മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബേർ കൊടപ്പന അധ്യക്ഷത വഹിച്ചു. ഭരണഘടനയെ അവഗണിച്ചും തള്ളിക്കളഞ്ഞും പൗരന്മാരുടെ അവകാശങ്ങളെ നിഷേധിച്ചും ചുട്ടെടുത്തിരിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിലൂടെയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന തുല്യത എന്ന ഒരു സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ഒന്നാണ് ഈ ഭേദഗതിയിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതവിഭാഗമാകട്ടെ, ഏത് ചിന്താഗതിക്കാരാകട്ടെ, അവർക്കൊക്കെ തന്നെയും അവകാശങ്ങൾ ഒരുപോലെയാണ്. ആ തുല്യമായ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ മാത്രമായ വഖഫ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൽ മറ്റ് സമുദായങ്ങളിൽ കൂടി അവകാശം നൽകുകയും മറ്റ് പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് അവസരം നൽകുന്ന തരത്തിൽ, പഴുതുകൾ നൽകുന്ന തരത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ നാട്ടിലെ പൗരന്മാർ എന്നുള്ള നിലക്ക്, രാജ്യക്കാർ, ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ചും ഇസ്ലാമിക വിഭാഗത്തെയും സമൂഹത്തെയും പ്രത്യേകമായി ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സാലിഹ് കൊടപ്പന സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.